ഡാർജിലിംഗിലേക്ക് സിക്കിമിൽ നിന്ന് വരുന്ന വഴി വളരെ സുന്ദരമാണ്. റോഡിനിരുവശത്തും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ബുദ്ധസ്തൂപങ്ങളും ഒക്കെ ആയിട്ട് എവിടെയും നമുക്ക് വണ്ടി നിർത്തി ആസ്വദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകൾ. ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഡ്രൈവർ ടീസ്റ്റ നദിയും രൺഗീത് നദിയും കൂടിച്ചേരുന്ന ഇടം കാണുന്ന വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി. എമറാൾഡ് ഗ്രീൻ നിറത്തിലുള്ള ടീസ്റ്റ രൺഗീത് നദിയുമായി കൂടിച്ചേരുന്ന ഈ സ്ഥലത്തെ ലവേഴ്സ് മീറ്റ് വ്യൂ പോയിന്റ് എന്നാണ് അത്രേ പറയാറ്. ഭംഗിയുള്ള വഴികളിലൂടെ 120 കിലോമീറ്ററോളം പിന്നിട്ട് ഞങ്ങൾ ഡാർജിലിംഗിൽ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലെത്തി. പ്രശസ്തമായ മാൾ റോഡിലേക്ക് നടന്നെത്താവുന്ന ഇവിടുന്ന് അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ കാഞ്ചൻജംഗ കാണാത്രേ. പക്ഷെ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്നാലും അല്പം അകലെയായി കണ്ട മൊണാസ്ട്രി പോലെ തോന്നിച്ച കെട്ടിടം ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്തായാലും അവിടെ ഒന്ന് പോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. മറ്റൊരു വീഡിയോയിൽ പ്രത്യേകം കാണിച്ചിട്ടുള്ള ഡാർജിലിംഗ് സൂ കണ്ട ശേഷം ഞങ്ങൾ ജാപ്പനീസ് ടെമ്പിളും പീസ് പഗോഡയും കാണാനാണ് പോയത്. ടൗൺ സെൻറ്ററിൽ നിന്ന് 10-15 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഇവിടെ ട്രഡീഷണലായ ജാപ്പനീസ് സ്റ്റൈൽ ബിൽഡിങ്ങുകളാണുള്ളത്. പ്രാർത്ഥന നടക്കുന്ന സമയമായതുകൊണ്ട് അതിലും അല്പനേരം പങ്കെടുത്തു. അപ്പോഴേക്ക് സന്ധ്യയായിരുന്നു. മാൾ റോഡ് പരിസരത്തുള്ള 140 വർഷം മുമ്പുള്ള അതേ വിൻറ്റേജ് കൊളോണിയൽ ചാം നിലനിർത്തുന്ന ഗ്ലെനറീസ് കഫേയിലെ ഒതൻറ്റിക് രുചിയുള്ള ആപ്പിൾ പൈ പേസ്ട്രീസ് ഒക്കെ ഞങ്ങൾ പങ്കുവെച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ടോയ് ട്രെയിൻ എന്ന് വിളിക്കുന്ന ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിൽ ഒരു ജോയ് റൈഡിനായിരുന്നു. പരിണീത ബർഫി സിനിമകൾക്ക് പുറമെ എന്തിനേറെ പറയുന്നു, മേരെ സപ്നോം കി റാണി പാട്ട് വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഡാർജിലിംഗ് ടോയ് ട്രെയിനിൽ കയറുക എന്നത് എൻ്റെ വളരെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. 2 അടി വീതിയുള്ള റെയിൽ പാളത്തിൽ കൂടെ കയ്യൊന്നെത്തിച്ച കടകളിലൊക്കെ തൊടാവുന്ന അകലത്തിൽ റോഡിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്ന വഴിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗൂം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമാണിത്. ഡാർജിലിംഗിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മൊണാസ്ട്രിയിലേക്ക് ഞങ്ങൾ പോവുക തന്നെ ചെയ്തു. ഭൂട്ടിയ ബസ്തി മൊണാസ്ട്രി എന്ന ഇവിടം ഏറെ മനോഹരമാണെന്നതിന് പുറമെ നമ്മളെ മനസ്സ് നിറയെ പോസിറ്റീവ് വൈബ്രേഷൻസ് തന്ന് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി മാൾ റോഡിൽ നിന്ന് ഞങ്ങളുടെ താഷി ഹോം സ്റ്റേയിലേക്ക് നടക്കുമ്പോൾ ആകാശം മഞ്ഞുകൊണ്ടും മേഘങ്ങൾ കൊണ്ടും മൂടിയിരുന്നു. എന്നാലും താഴേക്ക് നോക്കുമ്പോൾ നിറയെ നക്ഷത്രങ്ങളുള്ള രാത്രി പോലെ അകലെയുള്ള കെട്ടിടങ്ങളിലെ വിളക്കുകൾ തെളിഞ്ഞ് കത്തിക്കൊണ്ടിരുന്നു.